ഒടുവിൽ കർണാടക കോൺഗ്രസിനുള്ളിൽ ദീർഘനാളായി ചർച്ചയായിരുന്ന മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള വിഷയങ്ങളിൽ തീരുമാനമായിരിക്കുകയാണ്. സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും നിലവിലെ ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി ഇരുപക്ഷവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടലോടെ പരിഹാരമായെന്നാണ് സൂചന. 2023 മെയ് 20-നാണ് സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ അധികാരമേറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മുഖ്യമന്ത്രി പദവിക്കായി സിദ്ധാരാമയ്യയും DK ശിവകുമാറും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ആദ്യത്തെ 2.5 വർഷത്തിനു ശേഷം പദവി കൈമാറാമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പിന്മേലാണ് ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായത്. സിദ്ധാരാമയ്യ സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ DK പക്ഷം കടുത്ത സമ്മർദ്ദവുമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതർ എന്നിവരടങ്ങുന്ന അഹിന്ദ കൂട്ടായ്മയ്ക്കിടയിൽ സിദ്ധാരാമയ്യക്കുള്ള വലിയ സ്വാധീനവും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് മാറ്റം നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്തെ MLA-മാർ നേതൃത്വ തർക്കത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടതിനാലും കേന്ദ്ര നേതൃത്വം ചർച്ചകൾക്ക് വേഗം കൂട്ടുകയായിരുന്നു. അധികാര തർക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് മാരത്തൺ ചർച്ചകൾ നടത്തിയിരുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന 6 മണിക്കൂറോളം നീണ്ട നിർണായക ചർച്ചയിലാണ് കർണാടകത്തിൽ അധികാരമാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. ഹൈക്കമാൻഡ് DK ശിവകുമാറിന് അനുകൂലമായി നിലപാടെടുത്തതോടെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുവാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനം ഒഴിയുന്നതിന് മുന്നോടിയായി സിദ്ധാരാമയ്യ ക്യാമ്പ് സമ്മർദ്ദ തന്ത്രങ്ങളും വിലപേശലുകളും ശക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും DK ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് സിദ്ധാരാമയ്യ അനുകൂലികൾ നടത്തുന്നത്. ഭരണത്തിൽ അധികാര സമവാക്യം നിലനിർത്തുന്നതിനായി ശിവകുമാറിന് കീഴിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കൂടാതെ സിദ്ധാരാമയ്യയുടെ മകനെ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നതിനോട് DK ശിവകുമാറിന് ഒട്ടും താല്പര്യമില്ല. പരമാവധി ഒരാളെ മാത്രമേ അനുവദിക്കൂ എന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. ഇതിനൊപ്പം തന്നെ പുതിയ KPCC അധ്യക്ഷ സ്ഥാനം തങ്ങളുടെ ക്യാമ്പിൽ നിന്നുള്ള ആളായിരിക്കണമെന്നും സിദ്ധാരാമയ്യ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സിദ്ധാരാമയ്യ ക്യാമ്പിന്റെ ഈ കടുത്ത ആവശ്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വീണ്ടും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇത് ഭാവിയിൽ കർണാടക ഭരണത്തിലും കോൺഗ്രസ് പാർട്ടിയിലും ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടാൻ കാരണമായേക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ.